ഹയ്യടാ ഹയ്യടാ അതേ ഒരു കുരുവിനെ കിട്ടിയണ്ടിട്ടാ. നമ്മുടെ വീട്ടിൽ ജനാലെ കൂടി കണ്ട ഒരാൾ നോക്കിയിരിക്കണണ്ട. ഇതാണ് നമ്മുടെ സിംബക്കുട്ടൻ, പൂച്ചക്കുട്ടൻ. ഇവൻ ആരെന്ന് അറിയുമ്പോൾ നോക്കണത് ഒരു കുരുവി കുറേ നേരമായി വന്നിട്ട് നമ്മുടെ ജനാലയുടെ ചില്ലിലിട്ട് നല്ല കൊത്താണ്. പാവത്താൻ അങ്ങനെ നോക്കിയിരിക്കാണ്ട് എന്ത് ചെയ്യൂ എന്നുള്ളൊരു ഐഡിയ കിട്ടാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കണം കുരുവീനെ. പിന്നെയാണ് കാര്യങ്ങൾ ആകെ മാറിയത്. ആ കുരുവി ഒരു ആൺകുരുവിയാണെന്ന് തോന്നണേ. പുള്ളിക്കാരൻ നേരെ പോയി പുള്ളിക്കാരൻ്റെ പെണ്ണുമ്പിള്ളേനെ വിളിച്ചു വന്നിട്ട് നമ്മുടെ ജനാലയുടെ, അതായത് മുറിയുടെ മറ്റൊരു ഭാഗത്തായിട്ട് ഒരു കൂട് നിർമ്മിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് സൺഷെയ്ഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചരട് തൂങ്ങിക്കിടന്നുണ്ടായി, ഒരു വയറിൻ്റെ വള്ളി. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് ചെന്നിട്ട് നേരെ കുരുവി പോയ തക്കത്തിന് ഓടി ചെന്നിട്ട് അത് കുറച്ചും കൂടി മുകളിലേക്കാണ് കയറ്റി കെട്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പൂച്ചകൾ വളരെ ഭയങ്കരന്മാരാണ്. അവർ പുറത്തങ്ങ് വന്ന് കുരുവിനെ കണ്ട് അത് വലിയ പ്രശ്നമാകും. അധികം താഴോട്ടായിട്ടാണ് കൂട് തൂങ്ങിക്കിടന്നത്. അപ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ വഴിയുണ്ട്. കൂട് പണിയുടെ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് അമ്മക്കുരുവി എന്ന് നമുക്ക് കാര്യം മനസ്സിലായിട്ടാ. എത്ര വേഗത്തിലാന്ന് നോക്കി കൂടുപണി അങ്ങോട്ട് തീർന്ന് അങ്ങോട്ട് പോണത് കണ്ടില്ലേ. എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കരിയിലകളും ചെറിയ ചെറിയ പൊട്ടും പൊടിയും മാറാലകളും കൊച്ചു കൊച്ചു തൂവലിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കൂടുപണിയോട് അടിപൊളിയാക്കി എടുക്കുകയാണ്. അച്ചൻകുരുവീനെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഒരു ഭാഗത്തും കണ്ടില്ല. പക്ഷേ എവിടെയെങ്കിലൊക്കെ ഒന്നൊരു നിരീക്ഷിക്കേണ്ടാവും പുള്ളിക്കാരൻ. സത്യം പറഞ്ഞ് ഈ അച്ചൻകുരുവിയാണ് ഇവിടെ വീട് പണിയാനുള്ള സ്ഥല സൗകര്യം ഒരുക്കാൻ നല്ലതാണെന്നുള്ള റിപ്പോർട്ട് ഈ അമ്മക്കുരുവിക്ക് കൊടുത്തത് കേട്ടാ. കണ്ടില്ലേ, കൂടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറിയൊക്കെ ഇരുന്നൊക്കെ നോക്കി അടിപൊളി, കുഴപ്പമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ കൂടുപണി അങ്ങോട്ട് അടിപൊളിയാക്കണത്. കുരുവിപ്പെണ്ണിൻ്റെ കൂടുപണിക്ക് ഒരു വിഘ്നവും വരുത്താത്ത രീതിയിൽ നമ്മൾ കണ്ട മുറിക്കകത്ത് പതുങ്ങി നിന്ന് ജനാലയുടെ ആ ചില്ലിൻ്റെ ഓരത്ത് ഇങ്ങനെ ക്യാമറ മുട്ടിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും വീട് പണിയാണ് ശരിക്കും അവിടെ പൂർത്തിയാവട്ടെ, എന്നിട്ട് മതി പുറത്തിറങ്ങിയുള്ള വീഡിയോ എടുത്തൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. കുരുവിപ്പെണ്ണിൻ്റെ കൂട്ടിനുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കൂട്ടിനകത്തേക്ക് എത്തി നോക്കാൻ വേണ്ടി ഒരു കൊതി തോന്നി. പക്ഷെ കൂടിനകം ശരിക്കും അങ്ങോട്ട് കണ്ടു തുടങ്ങും മുമ്പ് തന്നെ എവിടെ ഒന്നോ കുരുവി വരുന്നുണ്ടെന്ന് ഓർമ്മ വെച്ചിട്ട് നമ്മൾ കണ്ണുകൾ പിൻവലിക്കും മുമ്പ് തന്നെ ആയിട്ട് ചെറുങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടാ. കുരുവിയുടെ കുഞ്ഞ് 2 ഉണ്ണിമുട്ടകൾ കണ്ടില്ലേ. ഇതേ കൂട്ടിലേക്ക് നോക്കി ചെറുതായിട്ട് കണ്ട. പിന്നെ നമ്മൾ ആ പണിക്ക് നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നോക്കാനൊന്നും പോയില്ല. കുരുവികൾ പാവം പെട്ടെന്ന് ഇതെങ്ങാൻ കണ്ട് പേടിച്ച് പോയാലോ എന്ന് ഓർത്ത് പിന്നെ നമ്മൾ ആ പരിപാടിക്ക് പോയേയില്ല. മുറിക്കകത്തിരിക്കുന്ന സിംഹനെ കൊതിപ്പിക്കാനായിട്ടാണോ എന്ന് അറിയില്ല. ഇടയ്ക്കൊക്കെ ആൺകുരുവി വന്ന് ജനാലച്ചില്ലിൽ 2 കൊത്തലും പോറലും ഒരു തട്ടലും മുട്ടലൊക്കെ നടത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഈ ആൺകുരുവി അച്ചൻകുരുവി അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് കട്ട നിരീക്ഷണമാണ് നടത്തുന്നത്. അങ്ങനെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. അതാ ഒരു ദിവസം നമ്മൾ ആ കാഴ്ച കണ്ടു. കുരുവിക്കുഞ്ഞ് അതാ കൂടിനകത്ത് പുറത്തേക്ക് തലനീട്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം കാലത്ത് തന്നെ കുരുവിക്കുഞ്ഞ് ഒരു ദിവസം പറക്കാനുള്ള ശ്രമം നടത്തിയതാണെന്ന് തോന്നണേ. പുള്ളിക്കാരൻ താഴത്തേക്ക് ഒരു ചാട്ടം ചാടി. അങ്ങനെ നമ്മൾ ഓടിച്ചൊന്ന് പിടിച്ചെടുത്ത, അല്ലെങ്കിൽ പൂച്ചകൾ ചാപ്പിട്ട് തന്നെ കേട്ടാ. അങ്ങനെ വളരെ ഇഷ്ടത്തോടെ ഒരു കുഞ്ഞുമണി മുത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടാ ആ ശിങ്കാരക്കുട്ടനായ നമ്മുടെ കുരുവിക്കുഞ്ഞിനെ ഓടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ട് വെക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അച്ചൻകുരുവി അമ്മക്കുരുവിയൊക്കെ ഒച്ച വെച്ച് അധികം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി വരണേക്കുമ്പോൾ നമുക്ക് ഇവനെ എവിടെ വഴിയിൽ വെച്ചുകൊണ്ട് മുങ്ങിക്കളയാം. എടാ മോനെ, കൂട്ടിലൊന്നും അങ്ങനെ അടങ്ങിയിരിക്കുക, ഇനി എന്നെ കിട്ടൂല എന്നൊരു ഭാവം തന്നെയായിരുന്നു കുരുവിക്കുഞ്ഞിനുണ്ടായിരുന്നത്. അവൻ വീണ്ടും രണ്ടാമത് ആരോടും ചോദിക്കാനും പറയാനില്ലാണ്ട് ഒറ്റച്ചാട്ടം വീണ്ടും ചാടി. വീണ്ടും നമ്മൾ കുസൃതി കൊടുക്കുകയായിട്ടുള്ള കുരുവിക്കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടേ വെച്ചു. ചാടാനും നടക്കാനും അങ്ങനെ ആകാശം താണ്ടി പറക്കാനും കുരുവിക്കുഞ്ഞ് കൊതിക്കേണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങിയിട്ടാ. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെ ചൂളം വിളിച്ച് ഗത്യന്തരമില്ലാത്ത തീവണ്ടി പോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്കൊരു ആശയം തോന്നി, കുരുവീനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ നമ്മളൊരു പേന എടുത്ത്, സെല്ലോടെ പേന ഉണ്ടാ. ഇത് കണ്ടില്ലേ, ആ പേനയുടെ ടോപ്പ് അങ്ങോട്ട് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ പേന ടോപ്പ് കൊണ്ടാവട്ടെ കുരുവിനെ ഉണ്ടാക്കല എന്നങ്ങോട്ട് നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ MC എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, MC കൊണ്ട് എന്തും നമുക്ക് മെനഞ്ഞുണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു പുളിയുണ്ട പരുവത്തിലെടുത്താണ് ഈ MC കൊണ്ട് കയ്യിലിട്ട് നല്ലതുപോലെ ഉരുട്ടി കുഴച്ചെടുത്തിട്ട് സെല്ലോ ഗ്രിപ്പറിൻ്റെ പേന ടോപ്പിന് നല്ലതുപോലെ അവിടെ പൊതിഞ്ഞാണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഇച്ചിരിയോളം പോകുന്ന MC എടുത്തിട്ട് കുരുവിയുടെ ഷേപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അത്ര കൃത്യമായ ഷേപ്പില്ലെങ്കിലും ചടുകുട് വേഗത്തിൽ അങ്ങനെ ബാക്കി പരിപാടികളിലൊക്കെ നമ്മളങ്ങനെ കടന്ന് അങ്ങനെ നമ്മളൊരു കമ്പി കഷ്ണം കൊടുത്തിട്ടുണ്ട്. വലുതും അല്ല ചെറുതും അല്ല, ഒരു ഇടത്തരം പരുവമെന്ന് പറയാൻ പാകത്തിനുള്ള ഒരു സൂചിയുടെ ഒക്കെ ഒരു വണ്ണം വരുന്ന ഒരു ചെറിയ കമ്പി കഷ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുരുവിയുടെ ചുണ്ടിൻ്റെ പാകത്തിന് ചേർന്ന് നിൽക്കുന്ന കമ്പിയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വെച്ച് നോക്കിയിട്ടാ. കുഴപ്പമൊന്നുമില്ലല്ലേ, അടിപൊളിയല്ലേ. ഇത് കണ്ട നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കുരുവിയുടെ ചുണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ ഈ കമ്പി വെക്കാൻ പോണത്. അങ്ങനെ നമ്മൾ കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി MC എടുത്തിട്ട് കണ്ട ഈ 2 വശവും, ഈ ചിറകിൻ്റെ 2 വശമൊക്കെ ഒന്ന് നന്നായിട്ട് മെനഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ. നമ്മുടെ പണിയായതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണം ഉണ്ടാ. ഇതുകൊണ്ട് ഈ കുരുവിയുടെ ഈ ചിറകിൻ്റെ അരികുകളും ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. നല്ലതുപോലെ വകഞ്ഞ് ഇങ്ങനെ കോറി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, നല്ലതുപോലെ ഭംഗിയായി കിട്ടും. MC ഒരു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗത്തിൽ കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുരുവിയുടെ പരിപാടി വേഗത്തിൽ അങ്ങനെ മെനഞ്ഞ് അങ്ങനെ എടുത്ത് അത് ഈ പരിവാക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ 2 കമ്പി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളച്ചെടുത്തിട്ട് കാലിൻ്റെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കുരുവിയുടെ കൊച്ചു കാലുകളാണല്ലോ, അപ്പം നമുക്ക് ചെറിയ കമ്പി കഷ്ണങ്ങളാണ് വേണ്ടത്. കുരുവിയുടെ കുഞ്ഞുമണി കണ്ണുകൾ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ ഒരു പിന്നുകൊണ്ട് ഇങ്ങനെ അമർത്തി രൂപപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ കണ്ണിൻ്റെ കുഴിഭാഗം റെഡിയായി കിട്ടിയിട്ടാ.
അതുപോലെ തന്നെ നമ്മൾ എടുത്താണ് ഈ പിന്നുകൊണ്ട് കണ്ട ചുണ്ടിൻ്റെ വശങ്ങളും മറ്റു ഭാഗങ്ങളും ഇങ്ങനെ നമുക്ക് വരച്ച് നല്ലപോലെ മിനുക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ട നമ്മൾ MC ഉരുട്ടിയെടുത്തൊരു മുത്തുമണി പാകത്തിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. ചടുക്ക് ചടുക്ക് ചടുക്ക്. അങ്ങനെ നമ്മൾ കടുക് മണിക്ക് ഒരു കണ്ണുണ്ടെന്ന് പറഞ്ഞ പോലെ കണ്ട കുരുവിക്ക് ഒരു കുഞ്ഞി കണ്ണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടല്ലേ. ഇത് കണ്ട ഇത് സ്റ്റാപ്ലെയറിൻ്റെ പിന്നാണ് കേട്ടോ, കൊച്ചു പിന്നുകൾ. ഈ പിന്ന് നമ്മൾ എടുത്ത് എന്തിനാന്ന് വെച്ചാൽ കുരുവിയുടെ കാലിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കൊച്ചു വിരലുകൾ നമുക്ക് റെഡിയാക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. കുരുവിയുടെ കാൽഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താണ് ആ കമ്പി കഷ്ണങ്ങളിലുണ്ട് അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്ലസ് ക്യൂക്ക് കൊണ്ട് നന്നായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, പിന്നെ അനങ്ങൂല, അടിപൊളിയായിട്ട് ഇരുന്നോളും. കൂട്ടിലിരിക്കാൻ ഇഷ്ടമല്ലാത്ത കുരുവിക്കൊച്ച് ഒരു ദിവസം അച്ഛൻ്റെ അമ്മയുടെ കൂടെ എങ്ങനെയൊക്കെയോ പറന്നു പോയിട്ടാണ്, നമ്മളത് കാണാതെയാണ് പോയത്. അത് കാരണം അത് കാണാൻ പറ്റിയില്ല നമുക്ക്. ഇനി കൂടുതലൊന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കുരുവിയുടെ ദേഹത്ത് നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ഇനി ചെയ്യാനുള്ളത് കളർ പൂശുക എന്ന് മാത്രമാണ്. ചേട്ടപ്പട്ട പട്ട പട്ടാ. അങ്ങനെ നമ്മൾ ബ്രഷിൽ തോണ്ടി കൂട്ടിയെടുത്ത വെള്ള നിറം കണ്ട ലേശം എടുത്തിട്ടുള്ളൂ. ഇത് മൊത്തമായിട്ടാണ് നമുക്ക് കുരുവിനെ അങ്ങോട്ട് പൂശലോട് പൂശൽ. നമ്മുടെ കുരുവിക്ക് ആകെ മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് വെള്ള പൂശി കൊടുക്കാം. വെള്ള പൂശുമ്പോൾ ഒരു ആകെ മൊത്തത്തിലൊരു മാറ്റം കിട്ടും, ഒരടാറ് മാറ്റം വരും. അപ്പോൾ അങ്ങനെ വെള്ള നിറത്തിൽ കുളിച്ച പോലെ കുരുവി വെള്ളക്കാരിയായി മാറിക്കിട്ടി നമ്മുടെ മിസ് കുമാരി കുരുവി. അപ്പോൾ നമ്മളങ്ങനെ വെളുവിളാന്ന് വെള്ളം അങ്ങനെ പൂശി അടിപൊളിയാക്കിയ സ്ഥിതിക്ക് നമുക്കിനി മഞ്ഞെടുക്കാം പൂശാനായിട്ട്. ഇത് കണ്ട മഞ്ഞക്കുപ്പിയിൽ ആകെ ഇച്ചിരി മഞ്ഞൊക്കെ ഉള്ളൂ, എന്നാലും നമുക്ക് അതുകൊണ്ടാണ് അടിപൊളിയാക്കാം. നമ്മുടെ തേൻകിളിയുടെ നമ്മുടെ കുരുവിയുടെ അടിഭാഗത്തായിട്ടാണ് മഞ്ഞ കാര്യമായിട്ട് വേണ്ടത്. ഇത് കണ്ടില്ലേ, കഴുത്ത് ഭാഗം മുതൽ വേണ്ട അടിഭാഗം വരെ, വയറിൻ്റെ ആ ഭാഗം വരെ, താഴ്ഭാഗം വരെ നല്ലതുപോലെ നമ്മൾ മഞ്ഞ പൂശിയിട്ടുണ്ട്. മഞ്ഞ അത്ര കടുപ്പമുള്ള മഞ്ഞൊന്നല്ല. ഇനി ഈ മഞ്ഞക്ക് നമ്മൾ ചെറിയതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കും നമ്മൾ. ഇനി നമ്മുടെ കുരുവിക്ക് വേണ്ടത് ബ്രൗൺ നിറമാണ്. കണ്ട കുറച്ച് ബ്രൗൺ നിറം നമ്മൾ ബ്രഷിൽ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഷടുക്കൊന്ന് അങ്ങനെ നമ്മൾ ബ്രൗൺ നിറം പൂശി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ കുരുവികൾക്കും ഇങ്ങനെ ബ്രൗണും മഞ്ഞൊന്നും അല്ല കേട്ടാ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൂട് വെച്ച അമ്മക്കുരുവിയുടെയും കുഞ്ഞിൻ്റെ തൂവൽ നിറങ്ങൾ ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റൈലിൽ തന്നെ നിറങ്ങൾ അങ്ങോട്ട് പൂശിയെടുത്തത്. മഞ്ഞ നിറത്തിന് മേലെ കൂടി അല്പം വെള്ളം ചേർത്തിട്ട് ലൈറ്റ് ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ ലേശം ഇത്തിരി വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് കണ്ട അടിപൊളിയായിട്ടാണ് പൂശി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തപ്പോൾ കുരുവിക്ക് ഒരു ഒറിജിനൽ കളർ ടോൺ അങ്ങോട്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് ലേശം എടുത്തിട്ട് കണ്ട നല്ലതുപോലെ ചുണ്ടിനെ അങ്ങോട്ട് പൂശി കൊടുക്കാം. അതുപോലെ തന്നെ കടുകുമണിക്കണ്ണുകളുള്ള നമ്മുടെ കുരുവിക്ക് കണ്ട ബ്ലാക്ക് കൊണ്ട് കണ്ട കണ്ണുകൾക്ക് നല്ലതുപോലെ കറുപ്പ് നമുക്ക് കൊടുക്കാം കേട്ടോ. കരിമിഴികൾ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ആ വാലിട്ട ഭാഗം കണ്ട നമ്മൾ അത് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് കൊണ്ട് നല്ലതുപോലെ കണ്ട ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് മെറ്റാലിക് കളറായ ബ്രോൺസ് ആണ് കേട്ടോ. ഈ നിറം കൊണ്ട് നമുക്ക് ലേശം കുരുവിക്ക് ഒരു മിനുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നിറം അങ്ങനെ പൂശി കൊടുക്കാം. അധികമൊന്നും വേണ്ട, ചെറുതായിട്ട് എടുക്കണുള്ളൂ. കുരുവിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാവും കുരുവിയുടെ തൂവലുകൾക്ക് നല്ല തിളക്കം ഉണ്ടാവാറുണ്ട്, നല്ല മിനുപ്പ് ഉണ്ടാവാറുണ്ട്. ആ മിനുപ്പും ആ തിളക്കവും ഒക്കെ അവരുടെ ഭംഗി തന്നെയാണ്. അപ്പോൾ ആ തിളക്കവും ആ മനോഹാരിതയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിറം ഇങ്ങനെ ലേശം എടുത്ത് ബ്രഷിൽ എടുത്തിട്ട് കണ്ട ഇതേപോലെ ഇങ്ങനെ പൊട്ടായിട്ട് നമ്മളിങ്ങനെ പൂശി കൊടുക്കുന്നത്. അതേപോലെ തന്നെ കാലുകൾക്ക് നമ്മൾ കറുപ്പ് നിറം പൂശി കൊടുക്കണ്ട കേട്ടോ. രണ്ട് കാലിൽ നല്ലപോലെ നമ്മൾ കറുപ്പ് നിറം പൂശി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിനുക്കുപണികളൊന്നും തന്നെ ബാക്കി വെക്കാണ്ട് മൊത്തമായും ചില്ലറയായിട്ട് അങ്ങോട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം കൂട്ടുകാരി വീട്ടിലെ കുരുവി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല മൊഞ്ചത്തി ആയില്ലേ നമ്മുടെ കുരുവി. ഏട്ടി മോളെ സുന്ദരി കോതെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കുരുവിനെ വിളിക്കാട്ടാ. ഈ കുരുവി എന്ന് പറഞ്ഞ പേര് തന്നെ എത്രയേറെ ക്യൂട്ടാണല്ലേ. അതുപോലെ തന്നെ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് നീളം ചുണ്ട് നീട്ടി സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിക്കും പോലെ തേൻ നുകർന്ന് തുള്ളിച്ചാടി പറന്നുല്ലസിക്കുന്ന കുരുവികൾ. അവരെ പലപ്പോഴും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. പൂക്കളിൽ നിന്ന് തേനെടുക്കുന്ന മറ്റുള്ളവരെ കാണുമ്പോൾ, അതായത് ശലഭങ്ങളും മണ്ടുകളും മറ്റ് പ്രാണിക്കൂട്ടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അവരെക്കാളൊക്കെ മെച്ചത്തിൽ മഹാറാണികളുടെ ചന്തമുള്ള കൂട്ടരാണ് കുരുവികളെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് കണ്ട ഒച്ചേനൊക്കെ ഇല്ലാണ്ട് ഒറ്റപ്പെട്ട് ദാ തൂങ്ങിക്കിടക്കുന്ന കുരുവിക്കൂട്ടിലേക്ക് നമ്മുടെ കുരുവിനെ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ. ഇതേ ഈ കുരുവിനെ വെച്ച് കൊടുത്തപ്പോൾ നോക്കിയേ, അമ്മക്കുരുവി കൂട് പണിയുന്ന ആ സ്റ്റൈലല്ലേ ഇരിപ്പ്. ഇപ്പം നമ്മുടെ ഈ കുരുവിയുടെ ഇരിപ്പ് ഈ കൂട് പണിതിട്ട് പോയി ഒറിജിനൽ അമ്മക്കുരുവി ഒന്ന് വന്ന് കാണണം. ആഹാ നല്ല രസമായിരിക്കും ആ കാഴ്ച അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ കുരുവിനെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ. അപ്പം എല്ലാവരോടും സ്നേഹം. നമുക്കൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.